ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കുമരമുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം വെള്ളിയാഴ്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 കോടി രൂപ ചിലവിട്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. 2005 നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒരു കുത്തിയൽപ്പടി, ഒരു മേശ, ഇത് മാത്രമാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമായിട്ടുള്ളത്. 2006-7 കാലഘട്ടത്തിലാണ് നിലവിലുണ്ടായിരുന്ന ഒരു സംവിധാനത്തിലേക്ക് ചെറിയ ഒരു പുനരുദ്ധാരണ പ്രവർത്തനം ഉബൈദ് ചങ്ങലേരി നടത്തുന്നത്. ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 2 പതിറ്റാണ്ട് നമ്മൾ മുന്നോട്ട് പോയി. ശക്തമായ ഒരു മഴ അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇന്നറിയാലോ എല്ലാതും ഓൺലൈൻ സംവിധാനമാണ്. പരിപൂർണമായും നിശ്ചലമാകുന്ന ഒരു വലിയ പ്രയാസവും പ്രതിസന്ധിയും. അതോടൊപ്പം കുമരമുത്തൂരിലെ പഞ്ചായത്തിന്റെ ഒരു പ്രദേശമാണ് ചങ്ങലേരി. ചങ്ങലേരിയിലെ വീട് റിപ്പയറിന് പാസ്സായ ഒരു വീട് റിപ്പയറിനൊക്കെ കൊടുക്കുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര പാവപ്പെട്ടവരും കഷ്ടപ്പെടുന്നവരായിരിക്കും. അവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി മെമ്പറുടെ ഒരു ഒപ്പിന് വേണ്ടിയിട്ട് എവിടെ വരണം? ചങ്ങലേരിയിൽ നിന്ന് കോടതിപ്പടി വന്ന് ബസ് ഇറങ്ങിയിട്ട് പിന്നീട് കുമരമുത്തൂർ ചുങ്കത്തേക്ക് ബാങ്കിന്റെ അവിടേക്ക് ബസ് കയറി അവിടുന്ന് ഈ ഒപ്പ് വാങ്ങിയതിനു ശേഷം ഗ്രാമസേവകന്റെ ഒപ്പ് കിട്ടാൻ വീണ്ടും ഈ ഗുണഭോക്താവ് എവിടെ പോകണം? വട്ടമ്പലത്തേക്ക് പോകണം. ഇങ്ങനെ ചിന്ന ഭിന്നമായി കടന്നിരുന്ന സംവിധാനങ്ങളെയെല്ലാം കുമരമുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിനകത്തേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നു എന്ന വലിയൊരു പ്രാധാന്യം കൂടെ ഇതിനകത്തുണ്ട്. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ചടങ്ങിൽ എൻ ഷംസുദ്ദീൻ എം.എൽ.എ അധ്യക്ഷനാകും. വി.കെ. ശ്രീകണ്ഠൻ എം.പി, സംസ്ഥാന ആസൂത്രണ സമിതി മുൻ അംഗം സി.പി. ജോൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ബിനുമോൾ എന്നിവർ മുഖ്യാതിഥികളാകും. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ആഗസ്റ്റ് 8 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലേക്ക് മുഴുവൻ ആൾക്കാരെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിനെ കൂടാതെ ബഹുമാനപ്പെട്ട മണ്ണാർക്കാടിന്റെ എം.എൽ.എ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, ബഹുമാനപ്പെട്ട പാലക്കാടിന്റെ എം.പി വി.കെ. ശ്രീകണ്ഠൻ, മുൻ ആസൂത്രണ സമിതി അംഗം സി.പി. ജോൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രീത ഉൾപ്പെടെയുള്ള ബ്ലോക്ക്, ജില്ലാ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കൂടാതെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ബിൽഡിംഗ് അത് നാടിന് സമർപ്പിക്കുമ്പോൾ എല്ലാ സംവിധാനങ്ങളും ഒരു കുടക്കീഴിൽ നിർത്തുക എന്ന സംവിധാനം കൂടി അവിടെ നടപ്പാക്കുകയാണ്. നിലവിൽ ഗ്രാമപഞ്ചായത്തിന് പുറത്തുണ്ടായിരുന്ന വി.ഒ. ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് വരികയാണ്. അവിടെ MGNRGSന്റെ ഓഫീസ്, അതുപോലെ LSTDയുടെ ഓഫീസ്, കുടുംബശ്രീ, കൃഷി വകുപ്പ്, കൃഷി ഓഫീസ്. 2 കോടി രൂപ ചിലവിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 നില കെട്ടിടത്തിന്റെ താഴെ വാഹന പാർക്കിംഗും ശൌചാലയവും ഒരുക്കിയിട്ടുണ്ട്. വട്ടമ്പലത്ത് പ്രവർത്തിച്ചിരുന്ന ഗ്രാമസേവകന്റെ ഓഫീസും പുതിയ കെട്ടിടത്തിലേക്ക് മാറും. LSGD വിഭാഗവും കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതി ഓഫീസുകളും ഇവിടെ സജ്ജീകരിക്കപ്പെടുന്നതോടെ പഞ്ചായത്തിലെ സേവനങ്ങളെല്ലാം ഒരിടത്തു നിന്നു തന്നെ ലഭ്യമാകുമെന്ന പ്രത്യേകതയുമുണ്ട്. ഭിന്നശേഷി വിഭാഗക്കാർക്കായി റാമ്പ് സൗകര്യവുമുണ്ട്. 22 മാസം കൊണ്ടാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. കുമരംപുത്തൂരിന്റെ 2 പതിറ്റാണ്ടായുള്ള സ്വപ്നമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. നിർമ്മാണത്തിൽ സാമ്പത്തിക കൃത്യത പുലർത്തിയിട്ടുണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത്, വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സഹദ് അരിയൂർ, PM നൌഫൽ തങ്ങൾ, ഇന്ദിര മടത്തുംപള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ KK ലക്ഷ്മിക്കുട്ടി, D വിജയലക്ഷ്മി, സിദ്ദിഖ് മല്ലിയിൽ, ഉഷ വള്ളുവംപുഴ എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.